Module 5 Cables and Suspension Bridges. കേബിൾസ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്യൂജ് ടവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അതേ കണക്ക് സസ്പെൻഷൻ ബ്രിഡ്ജസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുമാണ്. ഈ ഫിഗറിൽ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് കാണിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഈ പോർഷനാണ് റോഡ് വേ. ഇതിലേക്കൂടാണ് വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഫ്രം വൺ എൻഡ് ടു അതർ എൻഡ്. ഈ റോഡ് വേയുടെ വെയിറ്റ് വെർട്ടിക്കൽ കേബിൾസ് ഉണ്ട്, സസ്പെൻഡേഴ്സ്. ഈ സസ്പെൻഡേഴ്സിൽ കൂടി ഈ ഒരു കേബിളിലേക്കാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ലോഡ് എന്ത് ചെയ്യും? ഈ ലോഡ് ഈ ടവേഴ്സിലേക്ക് കുറച്ച് ലോഡ് എടുത്തിട്ട് റിമൈനിങ് ലോഡ് ആങ്കർ കേബിൾസ് വഴി നിയർ ബൈ ഗ്രൗണ്ട് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഒരു കേബിളിൻ്റെ ഫങ്ഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് ടവേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒന്ന് ഗൈഡഡ് പുള്ളി സപ്പോർട്ടും റോളർ സപ്പോർട്ടും. ഈ രണ്ട് ടൈപ്പ് ടവേഴ്സ് ആണ് എൻഡിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത് കേബിൾസിനെ സപ്പോർട്ട് ചെയ്യാൻ. കേബിൾസ് ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. ആസ് ദ ലോഡ് അപ്ലൈസ് എന്ത് ചെയ്യും? കേബിൾസിനകത്ത് സാഗ് ഡെവലപ്പ് ചെയ്യും. ബിക്കോസ് കേബിൾസിൽ ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് ചെയ്യില്ല. ബെൻഡിങ് മൊമെൻറ്റ് ആക്ടിങ് ഓൺ കേബിൾ വിൽ ബി 0. ഒരിക്കലും ഈ ബീമിൽ ഈ കേബിളിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യില്ല. കേബിൾസിന് ആകെപ്പാടെ ടെൻസൈൽ സ്ട്രെസ് മാത്രമേ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലോഡ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യില്ല. ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ടെൻസൈൽ സ്ട്രെസ്സസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ടെൻസൈൽ സ്ട്രെസ് കൊണ്ടാണ് സസ്പെൻഡേഴ്സ് വഴി ഈ ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇക്വിലിബ്രിയം ഓഫ് കേബിൾ. സോ നമ്മൾ പറഞ്ഞു കേബിൾസ് ബെൻഡിങ് മൊമെൻറ്റ് വിസ്റ്റാൻഡ് ചെയ്യില്ല. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ആകപ്പാടെ എന്തേ ഉള്ളൂ? ടെൻസൈൽ സ്ട്രെസ്സേ ഉള്ളൂ. ആ ടെൻസൈൽ സ്ട്രെസ് വെച്ചിട്ടാണ് ആ കേബിള് ലോഡ്സിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത്. ആ സ്ട്രെസ് എന്ത് ചെയ്യുന്നു? നിയർ ബൈ ടവേഴ്സ് വഴി, ടവേഴ്സ് ചെയ്യുന്ന ആങ്കർ കേബിൾ വഴി നിയർ ബൈ ഗ്രൗണ്ട് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ഇക്വിലിബ്രിയം ഓഫ് കേബിൾ. ഇവിടെ ഒരു കണ്ടീഷൻ പഠിച്ചിരിക്കണം. The bending moment is 0 at any point, which is achieved by developing a horizontal thrust at support and thus developing appropriate deflection. Load apply ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും, provided it should develop a horizontal thrust at support points. ഇതാണ് സപ്പോർട്ട് പോയിന്റ്സ്. സോ കേബിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കേബിൾ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ലോഡ് അപ്ലൈ ചെയ്തു W1, W2, W3, പിന്നെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W കൂടെ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്യാണ്? ഈ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന സ്ട്രിങ് അല്ലെങ്കിൽ കേബിൾ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഷേപ്പ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നിടത്ത് ഒരു കർവേച്ചർ ഷേപ്പ് പോലെ വരും. അപ്പോൾ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുന്നിടത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും? ഡിഫ്ലക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. ഇനി നമുക്കിതിനൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു, സെക്ഷൻ XX. ആ സെക്ഷൻ XX ഉണ്ടായിരിക്കുന്ന ഡിഫ്ലക്ഷൻ വാല്യൂ y ആണ്. ഇനി നമ്മൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. മൊമെൻറ്റ് അബൌട്ട് x ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് അബൌട്ട് x ഈസ് ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞു കേബിളിനകത്ത് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യില്ല. ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കേബിൾ ഒരിക്കലും ബെൻഡിങ് മൊമെൻറ്റ് വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം എൻഡ് A. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എഴുതി. ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ആദ്യം VA എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലോഡ് റിയാക്ഷൻ, സപ്പോർട്ടിലെ റിയാക്ഷൻ. അപ്പോൾ VA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X, VA ഇൻറ്റു X. പിന്നെന്താണ്? ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണെങ്കിൽ. ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ മൊമെൻറ്റ് H ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, H ഇൻറ്റു Y. ഇത് വന്ന് പിടിക്കുമ്പോൾ എന്തായിരിക്കും? ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് H ഇൻറ്റു Y. ഇനി W1ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോൾ ടോട്ടൽ X ആണ് A1. അപ്പോൾ W1 ഇൻറ്റു X മൈനസ് A1, അതും നെഗറ്റീവ് ആണ്. എന്തായിരിക്കും? ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. ഇനി W2 വരുമ്പോഴും
എന്ത് ചെയ്യും, ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. മൈനസ് W2 ഇൻറ്റു എക്സ് മൈനസ് A2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ എന്തുവെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നിന്ന് HY ഈസ് ഈക്വൽ ടു, HY അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി, ഈസ് ഈക്വൽ ടു VA ഇൻറ്റു എക്സ് മൈനസ് W1 ഇൻറ്റു എക്സ് മൈനസ് A1 മൈനസ് W2 ഇൻറ്റു എക്സ് മൈനസ് A2. ഇനി ഇത്രയും ടേമിനെ നമുക്കൊരു ബീമിൻ്റെ മൊമെൻ്റ് ആയിട്ട് എഴുതാം. ബീം മൊമെൻ്റ് അതെങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്ന ലോഡ്സ്, നമ്മുടെ ഫിഗറിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന ലോഡ്സ് എല്ലാം ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്തു. ഈ കേബിളിൽ ആക്ട് ചെയ്ത ലോഡ്സ് അതേ കണക്ക് ഞാൻ എന്ത് ചെയ്തു, ബീമിലേക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്തു. ബീമിലേക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണക്കാണ് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ഡിസ്റ്റൻസ് എക്സ്. അപ്പോഴെന്ത് വരും, മൊമെന്റ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വരത്തിൽ എച്ച് വരില്ല, ബിക്കോസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോഴെന്ത് വരും, VA ഇൻറ്റു എക്സ് മൈനസ് W1 ഇൻറ്റു എക്സ് മൈനസ് A2 മൈനസ് W2 ഇൻറ്റു എക്സ് മൈനസ് W1 ഇൻറ്റു x minus A1 W2 into x minus A2 is equal to 0. അതല്ല ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ, VA into x minus W1 into x1 minus A1 W2 into x minus A2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, HY is equal to beam moment. H into Y is equal to beam moment. H into Y is equal to beam moment. അവിടെ നിന്ന് HY is equal to M. ഇനി നമുക്ക് ആ ഡിഫ്ലക്ഷൻ അറ്റ് y കാൽക്കുലേറ്റ് ചെയ്യും. Y ഈസ് ഈക്വൽ ടു M ബൈ H. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ദ സെക്ഷൻ XX. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിഫ്ലക്ഷൻ അറ്റ് y കാൽക്കുലേറ്റ് ചെയ്യും. M എന്ന് വെച്ചാൽ മൊമെന്റ് അറ്റ് സെക്ഷൻ XX. മൊമെന്റ് അറ്റ് സെക്ഷൻ XX ഡിവൈഡഡ് ബൈ H, ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് y കാൽക്കുലേറ്റ് ചെയ്യാം, പ്രൊവൈഡഡ് എച്ചും എമ്മും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എമ്മും വൈയും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ H ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്, HY ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസിലേക്ക് പോകുന്നത്. അപ്പോൾ ഏത് പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ ആണോ വേണ്ടത് ആ പോയിന്റിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ W1 ഈ W1 കൊണ്ട് കോസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത്, Y1. അത് ചെയ്യാൻ എന്ത് ചെയ്യണം, ഞാൻ സെക്ഷൻ കൺസിഡർ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യും, മൊമെന്റ് അബൌട്ട് ദ സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മൊമെന്റ് അബൌട്ട് ദ സെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി, M കിട്ടി. ഹൊറിസോണ്ടൽ ത്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അവിടുന്ന് Y കാൽക്കുലേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സിഗ്മ എച്ചും സിഗ്മ വി ഒക്കെ യൂസ് ചെയ്താൽ മതി. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക, ഈ റിലേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. H ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് ഈ പോർഷനിൽ പറയുന്നത്. കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. അപ്പോൾ AB ലെങ്തിലാണ് കേബിൾ സ്ട്രെച്ച് ചെയ്തിരുന്നത്. ആ കേബിളിൻ്റെ പോർഷനിൽ ഇവിടെ W1 ലോഡ് അപ്ലൈ ചെയ്തു, W2 ലോഡ് അപ്ലൈ ചെയ്തു, W3 ലോഡ് അപ്ലൈ ചെയ്തു. അപ്പം കേബിൾ എന്ത് ചെയ്തു, കേബിൾ താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഡിഫ്ലക്ഷൻ അണ്ടർ W1 Y1, ഡിഫ്ലക്ഷൻ അണ്ടർ ലോഡ് W2 Y2, ഡിഫ്ലക്ഷൻ അണ്ടർ ലോഡ് W3 Y3. ഇനി ഈ പോർഷൻ ഡെവലപ്പ് ചെയ്ത ടെൻഷൻ T1, ഇവിടെ ഡെവലപ്പ് ചെയ്ത ടെൻഷൻ T2, ഇവിടെ ഡെവലപ്പ് ചെയ്ത ടെൻഷൻ T3, ഇവിടെ ഡെവലപ്പ് ചെയ്ത ടെൻഷൻ T4. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Y1 Y2 Y3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് റിലേഷൻ വെച്ചിട്ട്, ബീം മൊമെന്റ് ഇക്വേഷൻ. M ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു, M ഇൻറ്റു വൈ എന്നല്ല, H ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്. H എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇവിടെ ഡെവലപ്പ് ചെയ്ത ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ഇതാണ് Hന്റെ വാല്യൂ. H ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്. H ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, Y എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇതായിരിക്കും y ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ മൊമെന്റ് അബൌട്ട് ഏത് പോർഷൻ, ഒന്നെങ്കിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കുക അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ഈ പോർഷൻസിന്റെ റിലേഷൻ എഴുതാൻ പറ്റും. HY is equal to beam moment Y1 M1
M1H1, Y2 M2H2, Y3 M3H3. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഫസ്റ്റ് പ്രോബ്ലത്തിൽ നോക്കാം. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം, a light cable is supported at 2 points apart which are at same level. A എന്നും ബി എന്നും പറഞ്ഞ പോയിന്റിൽ കേബിൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെയിം ലെവലിലാണ്. The cable supported 3 concentrated loads as shown in figure. The deflection at first point is found to be 0.8. ഫസ്റ്റ് പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ 0.8 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Determine the tension in different segments and the total length of cable. അപ്പോൾ ഡിഫ്ലക്ഷൻ ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്, Y1 ഡിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്, Y2 Y3 കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻസും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, അതിന് മുന്നേ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് സപ്പോർട്ട്സ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം, സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. വെർട്ടിക്കൽ റിയാക്ഷൻ വി എ വി ബി. അപ്പോൾ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, നമുക്കിവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്സ് ബി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു, ലോഡ് ഏതൊക്കെയാണ് തന്നേക്കുന്നത്, വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 40 പ്ലസ് 30 പ്ലസ് 20. അപ്പോൾ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ കിട്ടി, വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 40 പ്ലസ് 30 പ്ലസ് 20. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി എടുക്കാം. മൊമെന്റ് അബൌട്ട് ബി എടുക്കുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി, അപ്പോൾ എന്ത് വരും, വി എ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ, വി എ ഇൻറ്റു 20 മൈനസ് എന്ത് ചെയ്യാം 40 ഇൻറ്റു 15 മൈനസ് 30 ഇൻറ്റു 10 മൈനസ് 20 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് എന്ത് കിട്ടും, വി എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വി എ ഈസ് ഈക്വൽ ടു വി എ ഈസ് ഈക്വൽ ടു 15 കിട്ടും, വി ബി ഈസ് ഈക്വൽ ടു 14 കിട്ടും. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് വി എയും വി ബിയും കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ചെയ്തിരിക്കുന്നത് മൊമെന്റ് അബൌട്ട് ബി ആണ് മൊമെന്റ് അബൌട്ട് എ ആണ് എടുത്തിരിക്കുന്നത്. മൊമെന്റ് അബൌട്ട് എയോ മൊമെന്റ് അബൌട്ട് ബിയോ എടുത്താലും കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. ഇനി അടുത്ത് എന്താ വേണ്ടത്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റിലേഷൻ എടുക്കാം, എച്ച് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യത്തെ പോർഷൻ ഈ y1ന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഡിഫ്ലക്ഷൻ അറ്റ് ഫസ്റ്റ് പോയിന്റ് ബി 0.8. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് ഇൻറ്റു വൈ, അപ്പോൾ എച്ച് ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു മൊമെന്റ് എടുക്കാനായിട്ട് എന്തേ ഉള്ളൂ, നമുക്ക് ഏത് സൈഡ് എടുക്കാം, ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാനായിട്ട് എന്തേ ഉള്ളൂ, വി എ മാത്രമേ ഉള്ളൂ ബി മൊമെന്റ് എടുക്കാൻ നേരത്ത്. ബി മൊമെന്റ് എടുക്കാൻ നേരത്ത് വി എ ഇൻറ്റു 5. അപ്പോൾ എന്ത് വേണം, എച്ച് ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു 5 ബൈ വി എ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ y1. വി എ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ y1 ചെയ്യുമ്പോൾ എന്ത് വരും, വി എ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ y1 ചെയ്യുമ്പോൾ 312.5 കിലോ ന്യൂട്ടൺ. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടി 312.5 കിലോ ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, y2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. y2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യും, നമ്മൾ y2ൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. y2ൽ സെക്ഷൻ y2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും എന്ത് യൂസ് ചെയ്യും, നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാണ്, എച്ച് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്.
ബി മൊമെന്റ്. അപ്പോൾ ഇവിടെ എച്ചിന്റെ വാല്യൂ കിട്ടിയത് എത്രയായിരുന്നു? 312.5. അപ്പോൾ എച്ചിന്റെ വാല്യൂ 312.5 ഈസ് ഈക്വൽ ടു ബി മൊമെന്റ്. സോ ചെക്ക് ചെയ്യാം. എച്ചിന്റെ വാല്യൂ 312. അപ്പോൾ 312 ഇൻറ്റു y2 ഈസ് ഈക്വൽ ടു ബി മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? ബി എയും 40 ആണ്. അപ്പോൾ വി എയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10. ഇതെന്തായിരിക്കും കോസ് ചെയ്യുക? സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുക. അപ്പോൾ വി എ ഇൻറ്റു 10 മൈനസ് 40 ഇൻറ്റു 5. അതെ, എച്ച് ഇൻറ്റു y2 വി എ ഇൻറ്റു 10 40 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് എന്ത് കിട്ടി? y2വിൻ്റെ വാല്യൂ കിട്ടി 0.96 മീറ്റേഴ്സ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇവിടെ സിഗ്മ M1 ഈസ് ഈക്വൽ ടു 0, സിഗ്മ M2 ഈസ് ഈക്വൽ ടു 0 ആണല്ലോ എടുത്തേക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ അതൊന്നും അല്ല. നമുക്ക് എന്താ, നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടുത്തെ മൊമെന്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഇതാണ് സം ഓഫ് മൊമെന്റ് അബൌട്ട് 1 ഈസ് ഈക്വൽ ടു 0, സം ഓഫ് മൊമെന്റ് അബൌട്ട് 2 ഈസ് ഈക്വൽ ടു 0, സം ഓഫ് മൊമെന്റ് അബൌട്ട് 3 ഈസ് ഈക്വൽ ടു 0. ഞാനിവിടെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് ആ ഒരു കൺസെപ്റ്റിൽ വെച്ചിട്ടാണ്. സം ഓഫ് മൊമെന്റ് അബൌട്ട് M1 ഈസ് ഈക്വൽ ടു 0, സം ഓഫ് മൊമെന്റ് അബൌട്ട് M2 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബി മൊമെന്റിന്റെ HY ഈസ് ഈക്വൽ ടു ബി മൊമെന്റ്, ഇങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും സെയിം തന്നെയാണ്, രണ്ട് കൺസെപ്റ്റും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ സോൾവ് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് y3 കാൽക്കുലേറ്റ് ചെയ്യണം. y3 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഒന്നുകിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ആദ്യം നോക്കാം. ഇക്വേഷനകത്ത് എന്തായിരുന്നു പറയുന്നത്? h ഇൻറ്റു y, ഇവിടെ y എന്ന് പറയുമ്പോൾ y3 ആണ്. h ഇൻറ്റു y3 ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്. അപ്പോൾ എച്ചിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. റൈറ്റ് സൈഡ് ആകുമ്പോൾ നമുക്ക് വി ബി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. HY3 ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്. അപ്പോൾ h ഇൻറ്റു y3 ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ് കിട്ടാനായിട്ട് എന്ത് മതി? വി ബി മതി. അപ്പോൾ വി ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5. ഇവിടെ നിന്ന് y3 ഈസ് ഈക്വൽ ടു വി ബി ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ h. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ ഇക്വേഷനകത്ത് കൊടുക്കേണ്ടതിന് പകരം എന്ത് ചെയ്യാം? സം ഓഫ് മൊമെന്റ് അബൌട്ട് തേർഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? വി ബി ഇൻറ്റു 5. വി ബി ഇൻറ്റു 5 എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. ബിക്കോസ് എന്തായിരിക്കും കോസ് ചെയ്യുന്നത്? സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. പിന്നെന്താണ്? എച്ച് എന്ത് ചെയ്യും? ഹോഗ് ചെയ്യിക്കും. അപ്പോൾ മൈനസ് എച്ച് ഇൻറ്റു y3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? y3 ഈസ് ഈക്വൽ ടു വി ബി ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ h. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക, HY ഈസ് ഈക്വൽ ടു ബീം മൊമെന്റ്, അല്ലെങ്കിൽ ആ പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിന്റെ സം ഓഫ് മൊമെന്റ് അബൌട്ട് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. സം ഓഫ് മൊമെന്റ് അബൌട്ട് 1 ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സം ഓഫ് മൊമെന്റ് അബൌട്ട് 0.2 ഈസ് ഈക്വൽ ടു 0, സം ഓഫ് മൊമെന്റ് അബൌട്ട് 0.3 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഒന്നുകിൽ ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യുക, ഇല്ലെങ്കിൽ റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് y1, y2, y3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി എന്ത് വേണം? ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് ആൻഡ് ടോട്ടൽ ലെങ്ത് ഇൻ കേബിൾ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ y1, y2, y3 ആൻസർ ഒന്ന് നോക്കാം. y1 ക്വസ്റ്റിന് തന്നു 0.8, y2, y3. y2ന്റെ ആൻസർ 0.96, y3യുടെ ആൻസർ 0.64. ഇനി അടുത്തത് കേബിളിലെ ടെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. കേബിളിന്റെ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഒരു 40 കിലോ ന്യൂട്ടൺ ലോഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു ടെൻഷൻ T2, മുകളിലേക്ക് ഒരു ടെൻഷൻ T1. അപ്പോൾ നമുക്ക് എന്തുണ്ട്? 3 ഫോഴ്സേ ഉള്ളൂ. 3 ഫോഴ്സേ ഉള്ളതുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അപ്ലൈയിങ് ലാമീസ് തിയറം അറ്റ് പോയിന്റ് 1.
0.1 ലാമീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന്റെ ഫോഴ്സ് അറിയാം, 40 കിലോ ന്യൂട്ടൺ അറിയാം, T1ഉം T2ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആംഗിൾസ് വേണം. ആംഗിൾസ് കിട്ടാനായിട്ട് ഫസ്റ്റ് T1ന്റെ ആംഗിൾ കിട്ടാനായിട്ട് ഇവിടെ ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്തു. ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ ലെങ്ത് 5 ആണ്. y1ന്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് 0.8. y1 0.8. അപ്പോൾ 5ഉം 0.8ഉം അപ്പോൾ എന്ത് കിട്ടും? ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5ഉം 0.8ഉം അപ്പോൾ അതാണ്ട് tan θ1 is equal to opposite side by adjacent side. അപ്പോൾ θ1 9.09, θ1 9.09. അപ്പോൾ ഈ ആംഗിൾ 9.09 ആണെങ്കിൽ ഇത് എന്ത് വരും? 9.09. അപ്പോൾ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഹോൾ പോർഷൻ 90 പ്ലസ് 9.09 അങ്ങനെയാണ് 99.09. T1ഉം 40ഉം തമ്മിലുള്ള ആംഗിൾ 99.09 കിട്ടുന്നത്. അടുത്തത് ഈ T2ന്റെ ആംഗിൾ കിട്ടണം. T2ന്റെ ആംഗിൾ കിട്ടാനായിട്ട് നമ്മളിവിടെ ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ട്രയാംഗിളിൻ്റെ ഈ ആംഗിൾ തീറ്റ, എന്നിട്ട് ഇത് 5, ഇത് ഈ ഹൈറ്റ് എന്ത് വരും? y2 മൈനസ് y1 വരും. ഇത്രയും y2 ആണ്, ഇവിടം വരെ y1 ആണ്. അപ്പോൾ y2 മൈനസ് y1 വരും. അവിടെ നമുക്ക് ഈ ആംഗിൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ 5. അവിടുന്ന് θ2 കിട്ടുന്നത് 1.833. അപ്പോൾ θ2 ഇതാണ് 1.833 കിട്ടിയത്. 1.833 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വാല്യൂസ് നമുക്ക് എന്ത് വേണം? ഈ ഒരു ആംഗിൾ വേണം. ഈ ആംഗിൾ കിട്ടാനായിട്ട് ടോട്ടൽ എന്താ? 90 മൈനസ് 1.833 ചെയ്യുമ്പോൾ T2ഉം 40ക്കും ഇടയ്ക്കുള്ള ആംഗിൾ കിട്ടും. T2ഉം 40ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ 88.167. അപ്പോൾ നമുക്ക് 99.09 കിട്ടി, 88.167 കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 99.09 മൈനസ് 88.167 ചെയ്യുമ്പോൾ T2ഉം T1നും ഇടയ്ക്കുള്ള ആംഗിളും കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? എല്ലാ ഫോഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾസും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ലാമീസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ? തിയറം എന്തായിരുന്നു പറയുന്നത്? ഇഫ് 3 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ബി ഇൻ ഇക്വിലിബ്രിയം, then each force is proportional to sine of the angle between other two forces. ഇത് കോപ്ലാനർ ആണ്, ഒരു പ്ലെയിനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ്? ഒരു പോയിന്റിലാണ് എല്ലാ ഫോഴ്സും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോപ്ലാനർ കൺകറന്റ് ആണ്. ഈ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സം ഇസ് ഈക്വൽ ടു each force is proportional to sine of the angle between other two forces. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് T1 is proportional to sine of the angle between other two forces. T1 പറഞ്ഞാൽ other two forces എന്താണ്? 40ഉം T2ഉം. അപ്പോൾ 40ഉം T2ൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 88.167. അപ്പോൾ T1 ഡിവൈഡഡ് ബൈ സൈൻ 88.167. ഇനി അടുത്ത T2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് ഫോഴ്സ് T1ഉം 40ഉം, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 99.09. ഇനി അടുത്ത ലാസ്റ്റ് ഫോഴ്സ് ഏതാ ഉള്ളത്? 40 ഡിവൈഡഡ് ബൈ സൈൻ അതർ ടു ഫോഴ്സ് T1ഉം T2. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 172.47. ഇവിടുന്ന് T1ഉം T2ഉം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കേബിൾസിൽ ആക്ട് ചെയ്യുന്ന T1 ടെൻഷനും കിട്ടി, T2 ടെൻഷനും കിട്ടി. ഇനി എന്ത് വേണം? T3 ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതും സെയിം രീതിയിൽ തന്നെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് T3യും T4ഉം കാൽക്കുലേറ്റ് ചെയ്യണം. T3യും T4ഉം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ജോയിൻ 3 കൺസിഡർ ചെയ്തു. ജോയിൻ 3 കൺസിഡർ ചെയ്തിട്ട് അടുത്ത എന്ത് വേണം? ഇവിടെയും ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. T3യും 20യും T4ഉം 3 ഫോഴ്സസ് ആണുള്ളത്. കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് ആണ്. ഇനിയിപ്പം കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ അടുത്ത് എന്ത് വേണം? അപ്പോൾ അടുത്തത് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 5 ഉണ്ട്,
ഈ ഹൈറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? y2 മൈനസ് y3 ചെയ്താൽ മതി. ഇത് θ3 ആയിട്ട് എടുക്കാം. y2 മൈനസ് y3. അപ്പോൾ tan θ3 is equal to y2 മൈനസ് y3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ θ3 is equal to എന്ത് വരുമെന്ന് നോക്കാം. θ3 is equal to 0.32 divided by 5, 3.662. അപ്പോൾ ഇതാണ് θ3, 3.662. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എന്തായിരുന്നു വരുന്നത്? 1 സെക്കൻഡ്. ഈ ആംഗിൾ ആണ് നമുക്ക് കിട്ടിയ, ഇതാണ് നമുക്ക് കിട്ടിയ ആംഗിൾ. നമുക്ക് ഏത് വേണം? ഈ ഒരു ആംഗിൾ ആണ് കിട്ടേണ്ടത്. T3ക്കും 20ക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് കിട്ടേണ്ടത്. ഇത് ഫുൾ എന്ത് വരും? 90 ഡിഗ്രി വരും. അപ്പോൾ 90 മൈനസ് θ3 ആണ് നമുക്ക് വേണ്ട T3ക്കും 20ക്കും ഇടയ്ക്കുള്ള ആംഗിൾ. അതാണ് 86.338. അതായത് ഇത് 90 ഡിഗ്രി ആണ്. θ3 വാല്യൂ നമുക്ക് കിട്ടി 3.662. അവിടെ നിന്ന് എന്ത് ചെയ്യുക? 90 മൈനസ് θ3 ചെയ്യുമ്പോൾ 86.338. നമുക്ക് എന്താ, രണ്ട് ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് ആണ് വേണ്ടത്. അപ്പോൾ 86.338. നെക്സ്റ്റ് T4, ഈ സ്ട്രിങ്ങിൻ്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് θ4 ആയിട്ട് കൺസിഡർ ചെയ്യാം. θ4 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്? y3യുടെ വാല്യൂ അറിയാം, 5ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ θ4 ഈസ് ഈക്വൽ ടു y3 ഡിവൈഡഡ് ബൈ 5. y3 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ θ4 7.294. അപ്പോൾ ഈ ആംഗിൾ 7.294 കിട്ടി. അത് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്ന ആംഗിളും, 7.294. നമുക്ക് എന്ത് വേണം? ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇവിടം വരെ 90 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 പ്ലസ് θ4. ഇത് θ4 തന്നെയാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് വരും. അപ്പോൾ 90 പ്ലസ് θ4 ചെയ്യുമ്പോൾ നമുക്ക് ഇത് T4നും 20ക്കും ഇടയ്ക്കുള്ള ആംഗിൾ കിട്ടും. T4നും 20ക്കും ഇടയ്ക്കുള്ള ആംഗിൾ 97.294. അപ്പോൾ ഈ രണ്ട് ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 86.338 മൈനസ് 97.294 ചെയ്യുമ്പോൾ ലാസ്റ്റ് രണ്ട് ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ കിട്ടി 176.368. അപ്പോൾ ആംഗിൾസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യാം? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് T3 divided by sin 97.294, T4 divided by sin 86.338 is equal to 20 divided by sin 176.368. അവിടെ നിന്ന് T3യും T4ഉം കാൽക്കുലേറ്റ് ചെയ്തു. T3 is equal to 313.162, T4 315.072. ലാസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റിനിൽ പറഞ്ഞു. ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സ്ട്രിങ് താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഡിഫ്ലക്റ്റഡ് ലെങ്ത്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഈ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ലെങ്ത്ത് ഇൻഡിവിജ്വലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്? ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അതേ കണക്ക് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ആംഗിൾ വാല്യൂ നമ്മളെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. θ1, θ2, θ3, θ4 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? sec θ is equal to hypotenuse by adjacent. അപ്പോൾ sec θ1 is equal to ഇതാണ് hypotenuse by 5. നമുക്ക് എന്താ വേണ്ടത്? ഹൈപ്പോട്ടനീസ് ആ വേണ്ടത്. ഹൈപ്പോട്ടനീസ് വേണ്ടതുകൊണ്ട് 5 into sec θ1. അപ്പോൾ 5 into sec θ1, 5 into sec θ2, 5 into sec θ3, 5 into sec θ4. എല്ലായിടത്തും എന്താണ്? അഡ്ജസൻറ്റ് θ5 meters തന്നെയാണ്. അപ്പോൾ ലെങ്ത് ഓഫ് കേബിൾ ഈസ് ഈക്വൽ ടു 20.117 meters. ഇതാണ് കേബിളിൻ്റെ ലെങ്ത് കിട്ടുന്നത്. Second question, a light cable 18 meter long is supported at two ends at same level. The supports are 16 meter apart. The cable support 120 Newton load dividing the distance into two equal parts. Find the shape of the cable and tension in the cable. കേബിളിൻ്റെ ഷേപ്പും കണ്ടുപിടിക്കണം, ടെൻഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കേബിളിൻ്റെ സപ്പോർട്ട് 16 meters എപ്പാർട്ട് ആണ്. 16 meters. അപ്പോൾ രണ്ട് സപ്പോർട്ട്, ആ സപ്പോർട്ട്സ് സെയിം ലെവലാണെന്നും ക്വസ്റ്റിന് പറയുന്നുണ്ട്. സെയിം ലെവലാണ് സപ്പോർട്ട്സ്, 16 meter എപ്പാർട്ട്സ്.
അപ്പോൾ സപ്പോർട്ട് എ ബി 16 മീറ്റർ എപ്പാർട്ട്. കേബിളിൻ്റെ ലെങ്ത് 18 മീറ്റർ ലോങ് ആണ്. 120 ന്യൂട്ടൺ ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. 120 ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിന് എന്താക്കി മാറ്റുന്നു? 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 120 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 120 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ ഡിസ്റ്റൻസിനെ ഈക്വൽ ആയി ഡിവൈഡ് ചെയ്തു. അപ്പോൾ 16ന്റെ പകുതി 8 മീറ്റർ 8 മീറ്റർ. അതാണ് തന്നെ ലെങ്ത് എന്താണ്? 18 മീറ്റർ ആണ്. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 മീറ്റർ 9 മീറ്റേഴ്സ്. ഇതെന്തായി? ഒരു സിമെട്രിക്കൽ ഷേപ്പായി. സിമെട്രിക്കൽ ഷേപ്പായി കഴിഞ്ഞാൽ വെർട്ടിക്കൽ റിയാക്ഷൻ എയും വെർട്ടിക്കൽ റിയാക്ഷൻ ബിയും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 120യുടെ ഹാഫ് ആയിരിക്കും വി എയിലും വി ബിയിലും വരുന്നത്. അപ്പോൾ 120യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 60 കിലോ ന്യൂട്ടൺ അറ്റ് 60 ന്യൂട്ടൺ അറ്റ് എ, 60 ന്യൂട്ടൺ അറ്റ് ബി. 60 ന്യൂട്ടൺ അറ്റ് എ, 60 ന്യൂട്ടൺ അറ്റ് ബി. ഇനി എന്ത് ചെയ്യണം? ഈ വൈ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. വൈ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് ട്രയാങ്കിൾ അല്ലേ, പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. പൈതഗോറസ് തിയറം യൂസ് ചെയ്തപ്പോഴാണ് √9² മൈനസ് 8² is equal to 4.123 മീറ്റേഴ്സ്. അടുത്ത എന്താ വേണ്ടത്? അടുത്തത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം? ഏതെങ്കിലും ഒരു പോയിന്റിലെ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഈ ഒരു പോയിന്റിലെ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കാം. അപ്പോഴെന്ത് വരും? വി എ ഇൻറ്റു 8 എന്താണ്? സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ എച്ച് ഇൻറ്റു വൈ സി ഈസ് ഈക്വൽ ടു 0. എച്ച് ഇൻറ്റു വൈ സി എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പോൾ വി എ ഇൻറ്റു 8 മൈനസ് എച്ച് ഇൻറ്റു വൈ സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വൈ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. വി എ ഇൻറ്റു 8 മൈനസ് എച്ച് ഇൻറ്റു വൈ സി ഈസ് ഈക്വൽ ടു 0. എച്ച് ഈസ് ഈക്വൽ ടു 116.42 ന്യൂട്ടൺ. ഇതെല്ലാം ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. ഇനി അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും എന്ത്? ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? √VA² പ്ലസ് h² ചെയ്യുമ്പോൾ ടെൻഷൻ കിട്ടും 132.97 ന്യൂട്ടൺ. 132.97 ന്യൂട്ടൺ ആണ് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ.